പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഇതെല്ലാം ഉണ്ടല്ലോ. അതിന്റെ ക്ലൈമാക്സിൽ വന്നപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പേരുള്ള ചടങ്ങായിരുന്നു ഈ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ സമയത്ത്. ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ഐഡന്റിറ്റി ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിന്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചിരിച്ചു. ഞങ്ങൾ പോക്രി സൈമൺ 2 പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മഞ്ജു, എന്റെ കൂടെ സണ്ണി വെയിൻ. അതെ, സിനിമയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 10-11 വർഷമായി. 11 years ആയി. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എത്ര സിനിമകൾ അഭിനയിച്ചു ഈ 11 വർഷം കൊണ്ട്? അറൌണ്ട് 40+ മൂവീസ് ആണ് ഇപ്പോൾ. ബാക്ക് ടു ബാക്ക് സിനിമകൾ അങ്ങനെ വന്നിട്ടില്ല അല്ലേ? ഇല്ല. അതെന്താ മനഃപൂർവ്വം നമ്മള് ഇപ്പൊ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഉണ്ട്, പക്ഷെ ആ ഒരു മേ ബി ആ ഇനീഷ്യൽ സ്റ്റേജ് ആയിരിക്കും. കോവിഡ് കുറച്ച് പിന്നെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിലും ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് മനഃപൂർവ്വം എടുക്കുന്ന ബ്രേക്കുകളൊന്നുമല്ല, നമുക്കൊരു ചില കാര്യങ്ങൾ നമുക്ക് വർക്ക് ആവണം. പൊതുവേ സണ്ണി വെയിൻ എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് സുജിത്ത് എന്നാണെന്നും അദ്ദേഹം സണ്ണി വെയിൻ അല്ലെന്നും നമുക്ക് മനസ്സിലാക്കുന്നു. സണ്ണി എന്നുള്ളത് പണ്ടേ ഫ്രണ്ട്സൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ വെയിൻ എന്ന് പറയുന്നത് എന്താണ്? വെയിൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്ത് രീതിയിലും പറയാം. ഇപ്പോൾ വയനാടിന്റെ വെയിനാവാം. അത് ശരി, ഞങ്ങൾ ഊഹിച്ചെടുക്കണം. ഞാനങ്ങനെ എല്ലാവർക്കും പേരുള്ള ചടങ്ങായിരുന്നു ഈ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ സമയത്ത്. അപ്പോൾ സണ്ണിക്ക് എന്ത് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും എന്നുള്ളൊരു സമയത്ത് പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു ചോദിച്ചു, അങ്ങനെ പേപ്പറിൽ കൊടുക്കാൻ പോവാണ് പേര്, അപ്പോൾ സണ്ണിന്ന് മാത്രം മതിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാനുണ്ടായിരുന്നു, DQ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 1 minute ചോദിച്ചു, 2 minutes എന്നങ്ങാണ്ട് പറഞ്ഞു. അതിന് പിന്നെ പെട്ടെന്നൊരു വെയിൻ അങ്ങ് വന്നു. ഇപ്പോഴും നമ്മൾ സുജിത്ത് തന്നെയാണോ പേപ്പേഴ്സിലൊക്കെ? അതെ അതെ അതെ. ഇപ്പൊ 10-40 സിനിമകളിൽ അഭിനയിച്ചു. ഇതിനകത്ത് ഏറ്റവും നമ്മളെ തന്നെ ഹുക്ക് ചെയ്ത ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇഷ്ടമില്ലാതെ ഞാനൊരു ക്യാരക്ടർ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. അതിപ്പം എന്താ പറയുക, കുരുടി ആണെങ്കിലും, ആഷ്ലി ആണെങ്കിലും, മോസയിലെ കുതിർമില്ല അക്ബർ അലി ആണെങ്കിലും, പൂമ്പാറ്റ ഗിരീഷ് ആണെങ്കിലും, ഠാണ നായക് ആണെങ്കിലും, പിന്നെ കുറേ ഉണ്ട്. ഇപ്പോൾ ഈ വേലയിലെ മല്ലികാർജുനാണെങ്കിലും എല്ലാം എനിക്ക് ഫേവറേറ്റ് ആണ്. സാത്താൻ സേവിയർ, ഇതൊന്നും നമുക്ക് ഇഷ്ടമില്ലാണ്ട് ചെയ്യണമല്ലോ. നമ്മളത്രയും അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ പേര് താങ്ക് ഗോഡ് നമുക്ക് വന്നപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഐഡന്റിറ്റി ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും. ഇപ്പോൾ കുറച്ച് സിനിമകളിൽ നമ്മുടെ ക്യാരക്ടറിന്റെ പേരുകൾ പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ പൂമ്പാറ്റ ഗിരീഷ്, സാത്താൻ സേവിയർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുരുടി ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് ഡിഫറെൻറ്റ് പേരുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എന്താ പറയുക, പേരുകൾ നമ്മൾ ഒരുപാട് സിനിമയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ചോദിക്കും ഇങ്ങനെ, ഇപ്പോൾ ഒരു ആരെങ്കിലും വന്നിട്ടൊരു നല്ലൊരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഥയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 2 കാര്യങ്ങൾ ഒന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഈ സിനിമയുടെ പേരെന്താന്ന് ചോദിക്കും. അപ്പോൾ സിനിമയുടെ പേരോ എൻ്റെ പേരോ? സിനിമയുടെ പേര് ചോദിക്കും. അപ്പോൾ സിനിമയുടെ ടൈറ്റിൽ ചോദിക്കും. അപ്പോൾ സിനിമയുടെ ഒരു ടൈറ്റിൽ പറയും. അപ്പോൾ അവിടെ നമുക്കൊരു വാവോ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. പിന്നെ ചോദിക്കും ഈ ക്യാരക്ടറിൻ്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര് പറയുമ്പം അപ്പോൾ നമുക്ക് ഓക്കെ, അതായത് ഈ പറഞ്ഞ ക്യാരക്ടറിന് പറ്റിയൊരു പേരാണല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് പിന്നെ നമുക്കൊരു പിന്നെ എന്താ പറയുക, ആ വേഷം ചെയ്യാൻ കിട്ടുന്ന നമുക്കൊരു പ്രചോദനമാണ് ആ പേരും കൂടെ. അപ്പോൾ ആ പേരിന് പറ്റിയൊരാളായിട്ട് നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആദ്യത്തെ ഒരു കിക്കാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അപ്പൻ്റെ കേസ് പറയാം, അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ഞൂഞ്ഞ് അത് ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം മജു പിന്നെ കഥ വന്ന് നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങേരുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പം മജു പറഞ്ഞു കിടിലം പേരല്ലേ എന്ന് പറഞ്ഞു. ചോദിച്ചു എന്താ ഞൂഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചിരിച്ചു. എന്ത് ഞൂഞ്ഞു? നമ്മൾ ഡാൻസ് പഠിച്ചത് ഏതിലായിരുന്നു? പോക്രി സൈമൺ. കളരിപ്പയറ്റ് പഠിച്ചത് കായംകുളം കൊച്ചുണ്ണി. അങ്ങനെ സിനിമ നമ്മളെ പഠിപ്പിച്ച പുതിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ജിജോ പറഞ്ഞു ഇതിനകത്ത് എന്തായാലും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. ഇപ്പോഴത്തെ എങ്ങനെ ഇതിപ്പം ഡാൻസ് പഠിക്കണോ അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യണോ? അപ്പോൾ സമയം വളരെ കുറവായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് അലമാര എന്ന് പറഞ്ഞ സിനിമ എങ്ങാണ്ട് എൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ ഡാൻസിനൊക്കെ. പിന്നെ പെട്ടെന്ന് ഷൂട്ടിലേക്ക് കയറേണ്ടി വന്നു. പിന്നെ ഡാൻസ് മാസ്റ്റർ വന്നു. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് 2 മാസം റിഹേഴ്സലിങ്ങനെ വേണം, കാരണം ഞാൻ അത്ര
ബാഡാണ് ഡാൻസിങ്ങിൽ. ഉം. പിന്നെ ജിജു എന്നെ വലിച്ചങ്ങോട്ട് ഇറക്കി. പക്ഷെ അതൊരു വലിയൊരു പാട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അതും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ തമ്പാനൂർ അവിടെ ആ റോഡിൻ്റെ നടുക്കിൽ എൻ്റെ കാറിൻ്റെ മേളിൽ കയറ്റി വെച്ച് എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച്. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു ഈ കാറിൻ്റെ മേളിലൊക്കെ കയറി നിൽക്കാനൊക്കെ. ഞങ്ങൾ പോക്കറി സൈമൺ 2 പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ, ആവേശമായി. ആ അല്ല, അതിപ്പോൾ 2016-17 സിനിമ. അപ്പോൾ ആ. ഇപ്പോൾ ഞങ്ങളതിങ്ങനെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജിജോ പറയണ്ടത് ഇത്തവണ കുറച്ചും കൂടെ ആ ഡാൻസ് ഒന്നും കളിച്ചാൽ പോരാന്ന് ഹൈ പറഞ്ഞു. ലെവൽ ഞാൻ പറഞ്ഞ കളിച്ച പോലത്തെ ഒരു ഡാൻസ് ഒക്കെ. ചിരിപ്പിക്കരുത്. സണ്ണി വെയിനിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്താണ്? Point. താങ്കളുടെ വോയിസ്, താങ്കളുടെ നറേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഉം. താങ്കളുടെ ആക്ടിങ്, അതോ സ്വിച്ച് ഇട്ട പോലെ എന്താ പറയാ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ്? ഇതെല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഞാൻ തന്നെ അതിശയിക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടോ ഞാൻ ഇന്നലെ? എൻ്റെ ശബ്ദം എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ ശബ്ദം നമുക്ക് തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്, നറേഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ ഇത് പോരാഞ്ഞിട്ട് വേറെ ആക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. 2 ആക്ടേഴ്സിനാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് സുജിത്തിന് എസ്ര മൂവിയില്, രണ്ടാമത്തത് ഒരു പട്ടിക്ക് അല്ലേ, ബ്രൂണോ. യെസ്. ക്യാമിയോ റോൾസ് പലപ്പോഴും പോപ്പുലർ ആവാറില്ല. പക്ഷെ തട്ടത്തിൽ മറയത്തിലെ ക്യാമിയോ, കണ്ണൂർ സ്ക്വാഡിനകത്ത് ക്യാമിയോ റോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ക്യാമിയോ റോൾസ് ചെയ്യുന്നതിനെ പറ്റി അതിനെങ്ങനെയാണ് താങ്കളെ സമീപിക്കേണ്ടത്? എന്താണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ക്യാമിയോ റോൾ ചെയ്യാം? നമ്മളുടെ ക്യാരക്ടർ അവിടെ ആ പോയിന്റിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റോ ടേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. ഇപ്പോൾ ജൂൺ എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ക്ലൈമാക്സിൽ വന്നപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, ജൂണിൽ ക്യാമിയോ റോളും ശ്രദ്ധിക്കപ്പെട്ട ക്യാമിയോ റോളും. ഓക്കെ, നമ്മളിപ്പോൾ മലയാളത്തിലൊക്കെ ഇത്രയൊക്കെ അഭിനയിച്ചു നമ്മൾ, പക്ഷെ തമിഴ്, അതായത് അന്യഭാഷയിലേക്ക് ആകെ ഒരെണ്ണത്തിലേ പോയിട്ടുള്ളൂ അല്ലേ, ജിപ്സിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ അത് തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ വന്നിട്ടും പോവാതിരുന്നത് ലാംഗ്വേജ് പ്രശ്നമാകുമോ എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവിടെ ലാംഗ്വേജ് അറിയാണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണെന്ന്. പിന്നെ നാഷണൽ അവാർഡ് മേടിച്ചിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെയാണ് സിനിമ ചെയ്തത്. അപ്പോൾ അവരോട് വർക്ക് ചെയ്യാനൊരു ഭയങ്കര ഒരു രസമായിരുന്നു. അവരുടെ പിന്നെ നമ്മൾ ഡീൽ ചെയ്യണതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ അതിനകത്ത് അത്ര തമിഴ് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വേലയിലെ മല്ലികാർജുൻ കുറച്ചുകൂടെ തമിഴ് കൾച്ചറൊക്കെ ഉള്ള ആളാണ്. അപ്പം അത്രയും നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ അന്ന് തീരെ എനിക്കതൊന്നും കൃത്യമായിട്ട് അറിയാത്തൊരു പിന്നെ എന്താ ഡയലോഗ്സ് ആയിരുന്നു അതിനകത്ത് വന്നത്. അപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും സ്റ്റഡി ചെയ്യാനോ അങ്ങനത്തെ ഒരു അവസരങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇഷ്ടമായിരുന്നു, അല്ല ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോൾ തെലുങ്കിൽ നിന്ന് വന്നിട്ടുണ്ട്. തെലുങ്കിൽ നിന്ന് 2-3 സിനിമയൊക്കെ ഈ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോണില്ല, അത് ഡേറ്റ്സൊക്കെ വലിയ ഡേറ്റ്സൊക്കെ വെച്ചത്. അപ്പോൾ അതാന്ന് തോന്നുന്നു മെയിൻലി അല്ലേ തമിഴും തെലുങ്കിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ലുക്ക് നമുക്ക് അത്രയും മാസം ചിലപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാൻ, അപ്പം എന്നെപ്പോലൊരു ആർട്ടിസ്റ്റിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ